സംഗമം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, സംഗമം തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം വോട്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പദ്ധതി പാളുന്നതാണ് കണ്ടത്. വിശ്വാസം വോട്ടാക്കാൻ എന്ന് പറയുന്നതിലും കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ഇടത് ഹിന്ദുത്വയുടെ പരീക്ഷണം തുടങ്ങിയതാണ്. ഇടത് ഹിന്ദുത്വയുടെ പരീക്ഷണം തുടങ്ങുന്ന ആ പരിപാടിയാണ് പൊളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പരിപാടി പൊളിയുമ്പോൾ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ പോകുന്നു പമ്പയിൽ എന്ന് പ്രഖ്യാപിക്കുന്നു. അത് അന്ന് ദേവസ്വം മന്ത്രി തന്നെയാണത് പറയുന്നത്. ദേവസ്വം ബോർഡാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. അതിൻ്റെ ഗുണഗണങ്ങൾ, അത് ഈ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണെന്ന് പറയുന്നു. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ പറയുന്നു. മാസ്റ്റർ പ്ലാനിനായി വിദഗ്ധരുടെ, ഇപ്പോൾ ഒരു പൗരപ്രമുഖരാണല്ലോ എല്ലാത്തിനും, പൗരപ്രമുഖരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടാൻ പോകുന്നു. അതിനുവേണ്ടി ഒരു വലിയ ഒരു സംഘത്തെ വിളിക്കാൻ പോകുന്നു. അങ്ങനെ വലിയ പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ നടത്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ പരിപാടിക്കെതിരെ അതിൻ്റെ രാഷ്ട്രീയ ദുരുദ്ദേശം സംശയിച്ചുകൊണ്ട് തന്നെ 7 ഹർജികൾ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളതാണ്. ആ 7 ഹർജികൾ വന്ന സമയത്ത് കോടതി ചോദിക്കുന്നു, ഇത് ആരുടെ പരിപാടിയാണ്? ഇത് സർക്കാർ പരിപാടിയാണോ? എങ്ങനെയാണ് ഈ പരിപാടി നടത്താൻ പോകുന്നത്? എവിടെ നിന്നാണ് പണം ചെലവഴിക്കുക? സർക്കാർ ഫണ്ട് ഉപയോഗിക്കുമോ? ദേവസ്വം ബോർഡിൻ്റെ പണം എടുക്കുമോ? അങ്ങനെ എടുത്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പറയുന്നത്. അപ്പോൾ പറയുന്നത് എടുക്കുന്നില്ല, അത് സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് കോടതിക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് ആ പരിപാടി നടത്താനുള്ള അനുവാദം കോടതി കൊടുക്കുന്നത്. അപ്പോൾ കോടതിക്ക് നൽകിയ വാക്ക്, അല്ലെങ്കിൽ കോടതിയെ പറ്റിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അങ്ങനെ കോടതിയെ പറ്റിച്ചുകൊണ്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടിയന്തര ഘട്ടത്തിൽ മാത്രം എടുക്കാവുന്ന സർപ്ലസ് ഫണ്ടാണ് ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ആ തുക എടുത്ത് ചെലവാക്കുന്നു. ഇനി പറയുന്ന വന്ന ആളുകളുടെ കണക്കൊക്കെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ, അത് വേറെ വേറെ സെഷനുകളിലേക്ക് ആളുകൾ പോയപ്പോൾ ഒഴിഞ്ഞതാണെന്ന വാദമൊക്കെ പറയുന്നു. നമ്മളെവിടെയും ഈ 4000 പേർ നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടില്ല. എന്തായാലും 5000 പേർക്കുള്ള സദ്യ, ആ സദ്യ തയ്യാറാക്കിയത് പിന്നീട് പിടിയിലായപ്പെട്ട ആളാണെങ്കിലും മുരാരി ബാബു ആയിരുന്നു സദ്യയുടെ സംഘാടകൻ. മുരാരി ബാബു സദ്യ സംഘടിപ്പിക്കുന്നു. അതിൽ എത്രയോ ഭക്ഷണം അവസാനം കുഴിച്ചിട്ട് മണ്ണിട്ട് നികത്തേണ്ടി വന്നു. അത്രയും ഭക്ഷണം വേസ്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രതീക്ഷിച്ച ആളുകളൊന്നും വന്നിട്ടില്ല. ഇനി ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്, സർക്കാരിന് ബന്ധമില്ല, സർക്കാരിന് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഹോട്ടലുകളിലൊക്കെ താമസിച്ചിട്ടല്ലോ, ഹോട്ടൽ ബില്ലൊക്കെ വന്നിരിക്കുന്ന സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് 35 ലക്ഷം. 5 5 സ്റ്റാർ ഹോട്ടലുകളുടെ പേരിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പേരിൽ 25,000 ബില്ല്. ഇങ്ങനെയൊക്കെ ബില്ലുകൾ വന്നിരിക്കുകയാണ്. ഇതൊന്നും തന്നെ സെറ്റിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നിരിക്കുന്ന ആൾ പെട്ടിരിക്കുകയാണ്, ശ്രീ ജയകുമാർ. അദ്ദേഹം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ 17-ാം തീയതി യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ യോഗം വിളിക്കുമ്പോൾ പൈസ കിട്ടാത്തവരും കണക്കുകൾ പരിഹരിക്കേണ്ടവരൊക്കെ ആളുകളുടെ യോഗം വിളിച്ച് നിങ്ങൾക്ക് എത്ര തരാനുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. എന്നിട്ട് വേണം അടുത്ത കണക്കിന് ദേവസ്വം ബോർഡ് കൊടുക്കാൻ. ഇപ്പോൾ പറയുന്ന അടുത്ത ന്യായം എന്താണ്? ദേവസ്വം ബോർഡ് ചെയ്യുന്നു എന്നൊരു ന്യായം പറഞ്ഞു, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? സ്പെഷ്യൽ കമ്മീഷണർക്ക് ദുരുദ്ദേശമുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറയുകയാണ്. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് ജഡ്ജിയുടെ സ്ഥാനത്തുള്ള ആളാണ്, അത് കോടതി തന്നെ നിയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഹൈക്കോടതി പറയുന്ന ചില കാര്യങ്ങൾ വേദവാക്യമാകുന്നു, ദേവസ്വം ബെഞ്ച് പറയുന്ന വാക്യങ്ങൾ അത് പ്രധാനപ്പെട്ടതാകുമോ എന്ന് വരുമ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനവും കോടതിയെ പറ്റിച്ചുകൊണ്ട് നടത്തിയുള്ള പരിപാടി എന്ന രൂപത്തിലും ഇത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഒരു ദുരുദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തിയ പരിപാടിയായിരുന്നു. അതിൽ സമുദായ നേതാക്കൾ പങ്കെടുക്കുന്നു. നമ്മൾ കണ്ടതാണ്, പിണറായി വിജയനെ വിശ്വാസി എന്ന് വിളിക്കുകയാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുകയും അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊട്ടു പിന്നാലെയാണ് വരുന്നത്. ഇതിലേറ്റവും പ്രധാനം, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോറ്റിക്ക് എന്ത് ബന്ധം എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. പോറ്റിക്ക് ദേവസ്വം ബോർഡുമായി നല്ല ബന്ധമുണ്ടായിരുന്ന സമയത്ത് പോറ്റി കൂടി ഇതിൻ്റെ സ്പോൺസർഷിപ്പിന് ആളുകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഉത്സാഹ കമ്മിറ്റിയായി അവിടെ നിന്നിരുന്നു. പക്ഷേ എവിടെയോ ഒന്ന് തെറ്റി. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തമായി എവിടെയോ ഒന്ന് തെറ്റിയ ശേഷമാണ് ഈ പീഠം കഥ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടു പിന്നാലെ 2 ദിവസങ്ങൾക്കിടയിലാണ് പീഠം കാണാനില്ല എന്ന കാര്യം പറയുന്നത്. ഈ പറയുന്ന ഈ പരിപാടിയെ കുറിച്ച് തന്നെ പോറ്റി ചില കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണത് ഈ പുറത്തേക്ക് ഈ വിവാദം എന്ന രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം നടന്ന കാര്യങ്ങൾ, ഇനി പോറ്റി കൊണ്ടുവന്ന ആളുകളൊക്കെ തന്നെയാണോ സ്പോൺസറായി വന്നുള്ളത്? പിന്നീട് കണക്കാകെ തെറ്റിയോ? ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നത് അതിസങ്കീർണമായ കാര്യമാണ്. എന്തിനായിരുന്നു ആത്യന്തികമായി ഈ പരിപാടി എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടമെന്ന് CPM ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ആ വേദിയിലേക്ക് ഈ പറയുന്ന സമുദായ നേതാക്കളെ മുഴുവൻ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പരിപാടിയുടെ നേട്ടം. അല്ലാതെ അവിടെ കാഴ്ചക്കാരായി നിന്നവരുടെ ആയിരുന്നില്ല. അതൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. പിന്നീട് നമുക്കറിയാം സമുദായ നേതാക്കൾ ഏത് രൂപത്തിൽ സർക്കാരിന് പിന്തുണ നൽകുന്നു. ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ട് പോലും പ്രതികരിക്കാൻ തയ്യാറാകാത്ത സാമുദായിക നേതാക്കളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അത് ഗുണം ചെയ്തു എന്ന് കരുതുന്നിടത്താണ് പിന്നീട് അങ്ങോട്ട് സ്വർണ്ണക്കൊള്ളയുടെ പടിപടിയായിട്ടുള്ള അടിക്കടിയുള്ള തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചടി ഇനി എവിടേക്കൊക്കെ പോകുമെന്നുള്ളത് അടുത്ത കാര്യം. ഏതായാലും ഇപ്പോൾ ഇതുവരെയുള്ള കാര്യമാണല്ലോ നമ്മുടെ മുന്നിൽ. ഇതുവരെയുള്ള കാര്യത്തിൽ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടക്കുന്നവർ പാർട്ടിക്കാരാണ്, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നവരും പാർട്ടിക്കാരാണ്. അപ്പോൾ അതിന്മേൽ മറുപടി കൃത്യമായി പറയാൻ കഴിയുന്ന അവർ പാർട്ടിക്കാരായി തുടരുമ്പോൾ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ എന്തിനായിരുന്നു ഈ സംഗമം എന്ന ചോദ്യം കോടതിയിൽ നിന്ന് തന്നെ ഉയരുന്നത്.
10 ദിവസത്തിനകം 45 ദിവസത്തിനകം എന്ന് പറയുന്ന കണക്ക് അത് കൊടുത്തില്ല. അതിനുശേഷം ഇതിൽ ഒരു കോടതി ഇലക്ഷൻ നടപടി ഉണ്ടാകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അതിനിടയ്ക്ക് പറഞ്ഞു ഞങ്ങളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കണക്ക് തയ്യാറാക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഓഡിറ്ററെ കൊണ്ട്, സ്വകാര്യ ഓഡിറ്ററാണ് ഇത് കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് അവിടുത്തെ പ്രശസ്തമായൊരു സ്ഥാപനം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തലസ്ഥാനത്തെ. അപ്പോൾ അവിടെ ഒരു കള്ളത്തരം നടന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി നോക്കട്ടെ, ഇനി അടുത്ത ശേഷം ദേവസ്വം ബോർഡ് ഈ പൂർണ്ണമായ കണക്കുകളിലേക്ക് ആരൊക്കെയാണ് സ്പോൺസർമാർ, എത്ര വന്നു എന്നുള്ള കണക്ക് പറയുമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. Meet the editors.